അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എയർ കണ്ടീഷൻ ചെയ്ത തണുപ്പിലും രാഘവൻ വല്ലാതെ വിയർക്കുന്നുണ്ടായിരുന്നു. 10 വർഷം. ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും ഊർജ്ജസ്വലമായ കാലഘട്ടം മുഴുവൻ മണലാരണ്യത്തിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ അയാൾ ഹോമിച്ചു. കൈയിലിരുന്ന പാസ്പോർട്ടിലെ വിസ ക്യാൻസൽ ചെയ്ത സീലിലേക്ക് നോക്കിയപ്പോൾ അയാൾക്കൊരു നിമിഷം ശ്വാസം മുട്ടുന്നതുപോലെ തോന്നി. ആ സീൽ വെറുമൊരു ഔദ്യോഗിക രേഖയല്ല, മറിച്ച് പ്രവാസിയെന്ന തന്റെ സ്വത്വം അവസാനിച്ചതിന്റെ അടയാളമായിരുന്നു. കൈയിലുണ്ടായിരുന്ന 3 വലിയ പെട്ടികളിൽ നിറയെ സ്വപ്നങ്ങളായിരുന്നു. സുമയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള 3 പട്ടുസാരികൾ മകൾ, ആര്യയ്ക്ക് 10ാം ക്ലാസ്സിലെ വിജയത്തിന് സമ്മാനമായി കരുതിയ ഐഫോൺ, മകൻ അപ്പുവിന് പ്രിയപ്പെട്ട ബ്രാൻഡഡ് ഷൂസുകളും വാച്ചും. ഇതിനെല്ലാം പുറമെ നാട്ടിലെ അയൽക്കാർക്കും ബന്ധുക്കൾക്കുമായി കരുതിയ ചോക്ലേറ്റുകളും പെർഫ്യൂമുകളും. ആ പെട്ടികൾക്ക് തന്റെ ശരീരത്തേക്കാൾ ഭാരമുണ്ടെന്ന് രാഘവന് തോന്നി. വിമാനം നെടുമ്പാശ്ശേരിയിൽ ലാൻഡ് ചെയ്തപ്പോൾ രാഘവന്റെ നെഞ്ചിടിപ്പ് കൂടി. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. 10 വർഷത്തിനിടയിൽ 3 തവണ മാത്രം വന്നുപോയ തനിക്ക് ഈ നാട് ഇപ്പോൾ അല്പം അപരിചിതമായി തോന്നി. ടാക്സിയിൽ വീട്ടിലേക്കുള്ള യാത്രയിലുടനീളം അയാൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. താൻ അയച്ചുകൊടുത്ത ഓരോ രൂപയും ചേർത്തുണ്ടാക്കിയ സുമമന്ദിരം എന്ന വീട് ഇപ്പോൾ എങ്ങനെയിരിക്കും? സുമ തന്നെ കാത്തുനിൽക്കുന്നുണ്ടാകുമോ? വീടിന്റെ ഗേറ്റിന് മുന്നിൽ ടാക്സി നിന്നു. വലിയ മതിലുകളും ഗ്ലാസ് വർക്കുകളുമുള്ള ആഡംബര വീട്. രാഘവൻ പണമയക്കുമ്പോൾ സുമ അയച്ചുതന്ന ഫോട്ടോകളേക്കാൾ സുന്ദരമായിരുന്നു അത്. പണമടച്ച് ടാക്സിക്കാരനെ വിട്ടയച്ച് ഭാരമുള്ള പെട്ടികളുമായി അയാൾ സിറ്റൌട്ടിലേക്ക് നടന്നു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തുമ്പോൾ രാഘവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്നത് സുമയായിരുന്നു. പക്ഷേ രാഘവൻ സ്വപ്നം കണ്ട ആ പഴയ സുമയായിരുന്നില്ല അത്. 10 വർഷം മുൻപ് താൻ വിട്ടുപോകുമ്പോൾ കരഞ്ഞുകലങ്ങിയ കണ്ണുകളുമായി നിന്ന സുമയല്ല. പട്ടുസാരിയും ആഭരണങ്ങളും അണിഞ്ഞുമുഖത്ത് കൃത്രിമമായ ഗൗരവം വരുത്തിവെച്ച ഒരു സ്ത്രീ. വന്നോ? തീർത്തും നിർവികാരമായ ഒരു ചോദ്യം. താൻ പ്രതീക്ഷിച്ച കെട്ടിപ്പിടുത്തമോ ഒരു പുഞ്ചിരിയോ കണ്ണുനീരോ അവിടെയുണ്ടായിരുന്നില്ല. സുമേ, സുഖമാണോ? കുട്ടികളെവിടെ? രാഘവൻ കിതപ്പോടെ ചോദിച്ചു. അവർ അകത്തുണ്ട്. ഓരോ തിരക്കുകളിലാണ്. ആ പെട്ടികളൊക്കെ അവിടെ ഒതുക്കിവെക്കൂ. തറയിൽ പോറലേൽപ്പിക്കരുത്തുത്തൻ ടൈൽസ് ഇട്ടതാണ്. സുമ തിരിഞ്ഞു നടന്നു. വീടിനകത്തേക്ക് കാലെടുത്തുവെച്ച രാഘവൻ സ്തബ്ധനായിപ്പോയി. അകത്ത് എയർ കണ്ടീഷന്റെ തണുപ്പുണ്ടെങ്കിലും അയാൾക്ക് വല്ലാത്തൊരു ഉഷ്ണം അനുഭവപ്പെട്ടു. മുറികളിൽ നിന്നും ആരും പുറത്തേക്ക് വന്നില്ല. മകന്റെ മുറിയിൽ നിന്നും ഉച്ചത്തിലുള്ള മ്യൂസിക്കും കമ്പ്യൂട്ടർ ഗെയിമിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്. താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ കൊട്ടാരത്തിൽ താനൊരു അനാവശ്യ വസ്തുവാണെന്ന തോന്നൽ അയാളിൽ ആദ്യമായി മിന്നിമറഞ്ഞു. തന്റെ ജീവിതത്തിലെ സുവർണകാലം മണലാരണ്യത്തിൽ വിറ്റുതുലച്ചത് ആർക്കുവേണ്ടിയായിരുന്നു? ഒരു മിണ്ടാട്ടം പോലുമില്ലാത്ത ഈ ചുവരുകൾക്ക് വേണ്ടിയോ? വാഷ് ബേസിനിൽ പോയി മുഖം കഴുകുമ്പോൾ കണ്ണാടിയിൽ കണ്ട സ്വന്തം രൂപം രാഘവനെ ഭയപ്പെടുത്തി. നരച്ച മുടിയും ചുളിഞ്ഞ കവിളുകളും. ഈ രൂപം നേടാൻ താൻ ബലികൊടുത്തത് ഒരു ആയുസ്സിന്റെ സന്തോഷമായിരുന്നു. പെട്ടികളിലെ സമ്മാനങ്ങൾ പുറത്തെടുക്കാൻ അയാൾക്ക് പെട്ടെന്ന് തോന്നിയ ആവേശം കെട്ടടങ്ങി വീട്ടിലെത്തിയിട്ട് 3 ദിവസങ്ങൾ പിന്നിട്ടു. ആദ്യ ദിവസത്തെ ആ തണുത്ത സ്വീകരണം യാത്രാക്ഷീണം കൊണ്ടാകുമെന്ന് രാഘവൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഓരോ പുലരിയും അയാൾക്ക് സമ്മാനിച്ചത് കൂടുതൽ കഠിനമായ അവഗണനയായിരുന്നു. താൻ പടുത്തുയർത്തിയ ഈ വീടിനുള്ളിൽ താനൊരു അദൃശ്യരൂപിയായി മാറുന്നത് അയാൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. രാവിലെ ചായ കുടിക്കാൻ ഡൈനിംഗ് ടേബിളിലിരിക്കുമ്പോൾ മകൻ അപ്പു ആ വഴി കടന്നുപോയി. 10 വർഷം മുൻപ് താൻ പോകുമ്പോൾ 5 വയസ്സുകാരനായിരുന്ന അവൻ ഇന്ന് മുതിർന്ന ഒരു യുവാവായിരിക്കുന്നു. അപ്പു, ഒന്നിരുന്നേ മോനോട് എനിക്ക് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ദാനിനയ്ക്ക് വേണ്ടി ഞാൻ ആപ്പിളിന്റെ പുതിയ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. രാഘവൻ പ്രതീക്ഷയോടെ അവനെ നോക്കി. അപ്പു ഫോണിലേക്ക് ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തണുത്ത മട്ടിൽ മറുപടി നൽകി. ഓ, അതൊക്കെ പഴയ മോഡലായി അച്ഛാ. എനിക്ക് ഇപ്പോൾ ഇതിന്റെ ആവശ്യമില്ല. എന്റെ കയ്യിൽ ഐഫോൺ 15 പ്രോ മാക്സ് ഉണ്ട്. അവൻ വേഗത്തിൽ പുറത്തേക്ക് പോയി. രാഘവൻ തരിച്ചുപോയി. അവൻ ഉപയോഗിക്കുന്ന ആ വില കൂടിയ ഫോൺ താൻ അയച്ചുകൊടുത്ത പണം കൊണ്ട് വാങ്ങിയതാണെന്ന് അവനോ സുമയ്ക്കോ ഓർമ്മയില്ലെന്ന് തോന്നി. തന്റെ സമ്മാനങ്ങൾ അവർക്ക് വെറും ചവറുകളായി മാറിയിരിക്കുന്നു. ഉച്ചഭക്ഷണത്തിന് സുമയും മകൾ ആര്യയുമുണ്ടായിരുന്നു. ആര്യ അവളുടെ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്നു. മോളെ ആര്യ, നിന്റെ പഠനമൊക്കെ എങ്ങനെ പോകുന്നു? എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചാലോ? രാഘവൻ മെല്ലെ ചോദിച്ചു. ആര്യ ലാപ്ടോപ്പിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. അച്ഛാ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛൻ വെറുതെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ അച്ഛൻ കൊണ്ടുവന്ന ആ പട്ടുസാരി എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. കളറൊക്കെ ഭയങ്കര ഓൾഡ് ഫാഷനാണ്. സുമ അവളുടെ പ്ലേറ്റിലേക്ക് മാത്രം നോക്കി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. രാഘവൻ സുമയെ നോക്കി. സുമേ, കുട്ടികൾക്കെന്താ പറ്റിയത്? 10 വർഷത്തിനു ശേഷം വന്ന അച്ഛനോട്
മിണ്ടാൻ പോലും അവർക്ക് താൽപ്പര്യമില്ലേ? നീ അവരോടൊന്നും പറയാറില്ലേ? സുമ സാവധാനം തലയുയർത്തി. അവളുടെ കണ്ണുകളിൽ സ്നേഹത്തിനു പകരം അസഹിഷ്ണുതയായിരുന്നു. രാഘവേട്ടാകുട്ടികൾ വളർന്നു. അവർക്ക് അവരുടേതായ ലോകമുണ്ട്. 10 വർഷം നിങ്ങൾ അവിടെ സുഖമായി കഴിഞ്ഞു, ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. ആ ഒറ്റപ്പെടലിൽ അവർ തനിയെ ജീവിക്കാൻ പഠിച്ചു. ഇപ്പോൾ പെട്ടെന്ന് വന്ന് അച്ഛന്റെ അധികാരം കാണിക്കാൻ നോക്കിയാൽ അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല. സുഖമായി കഴിഞ്ഞെന്നോ? രാഘവൻ ഞെട്ടിപ്പോയി. സുമേ 50 ഡിഗ്രി ചൂടിൽ സൈറ്റുകളിൽ പണിയെടുത്തത് സുഖിക്കാനായിരുന്നില്ല. ഒരൊറ്റ മുറിയിൽ 10 പേർക്കൊപ്പം അന്തിയുറങ്ങിയത് നിങ്ങളുടെ ഈ സുഖത്തിനു വേണ്ടിയായിരുന്നു. ഓരോ മാസവും പണമയക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് കഞ്ഞി വെള്ളമാണെന്ന് നീ അറിഞ്ഞിരുന്നില്ലേ? സുമ മറുപടി പറയാതെ എഴുന്നേറ്റുപോയി. ആ വലിയ ഡൈനിംഗ് ഹാളിന്റെ നടുവിൽ രാഘവൻ ഒറ്റയ്ക്കായി. തന്റെ മക്കൾക്ക് താനൊരു സ്നേഹനിധിയായ പിതാവല്ല, മറിച്ച് വെറുമൊരു ബാങ്ക് അക്കൗണ്ട് മാത്രമായിരുന്നുവെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങി. താൻ കൊണ്ടുവന്ന ചോക്ലേറ്റുകളും പെർഫ്യൂമുകളും സിറ്റൌട്ടിലെ മേശപ്പുറത്ത് ആരും തൊടാതെ ഇരിപ്പുണ്ടായിരുന്നു. ആ രാത്രി രാഘവൻ വീടിന് പുറത്തെ വരാന്തയിൽ ഇരുട്ടത്തിരുന്നു. ഗൾഫിലെ ഏകാന്തമായ രാത്രികളേക്കാൾ ഭയാനകമായിരുന്നു തന്റെ കുടുംബത്തിന് നടുവിലെ ഈ ഏകാന്തത. വീടിന് പുറത്തെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ വെളിച്ചം വല്ലപ്പോഴും മുറ്റത്ത് വീഴുന്നുണ്ട്. ജനലിലൂടെ നോക്കിയപ്പോൾ സുമ ആരോടോ ഫോണിൽ ചിരിച്ചു സംസാരിക്കുന്നത് അയാൾ കണ്ടു. തന്നോട് മിണ്ടാൻ വാക്കുകളില്ലാത്ത സുമയ്ക്ക് ആരോടാണ് ഇത്രയധികം സംസാരിക്കാനുള്ളത്? ആ ചോദ്യം രാഘവന്റെ മനസ്സിൽ ഒരു കനലായി എരിഞ്ഞു തുടങ്ങുകയായിരുന്നു. വീടിനുള്ളിലെ മരവിപ്പിക്കുന്ന അന്തരീക്ഷം രാഘവനെ ശ്വാസം മുട്ടിച്ചു. സുമയുടെ ഫോൺ കോളുകളും മക്കളുടെ അവഗണനയും വെറുമൊരു അകൽച്ച മാത്രമല്ലെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. ആ വലിയ വീടിന്റെ ഓരോ കോണിലും തനിക്ക് അജ്ഞാതമായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഒരു ശനിയാഴ്ച ഉച്ചയ്ക്ക് സുമയും മക്കളും ഷോപ്പിംഗിന് പോകാനായി തയ്യാറെടുത്തു. രാഘവേട്ടാ, ഞങ്ങളൊന്ന് ടൗൺ വരെ പോകുന്നു. ഭക്ഷണം അടുക്കളയിൽ ഇരിപ്പുണ്ട്. ഒരു ഫോർമാലിറ്റിക്ക് എന്ന പോലെ സുമ പറഞ്ഞു. ഞാനും കൂടി വരട്ടെ? നമുക്കൊരുമിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം, രാഘവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. വേണ്ട, അച്ഛൻ വന്നാൽ ഞങ്ങൾക്ക് ഫ്രീയായി നടക്കാൻ പറ്റില്ല. പിന്നെ അച്ഛന് ഈ പുതിയ മാളുകളിലെ തിരക്കൊന്നും ശീലമില്ലല്ലോ. മകൻ അപ്പുവിന്റെ മറുപടി ഒരു ചാട്ടുളി പോലെ രാഘവന്റെ നെഞ്ചിൽ തറച്ചു. അവർ പോയിക്കഴിഞ്ഞപ്പോൾ ആ വലിയ വീട് ഒരു ശവപ്പറമ്പ് പോലെ നിശബ്ദമായി. രാഘവൻ വീടിനുള്ളിലൂടെ വെറുതെ നടന്നു. അലമാരകളും മേശകളും പരിശോധിക്കണമെന്ന ഉദ്ദേശ്യമൊന്നും അയാൾക്ക് ആദ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ലിവിംഗ് റൂമിലെ ഡ്രോയറിലിരുന്ന സുമയുടെ പഴയൊരു ഡയറിയും ചില ബാങ്ക് രേഖകളും അയാളുടെ കണ്ണിൽപ്പെട്ടു. അയാൾ ബാങ്ക് പാസ്ബുക്ക് തുറന്നു നോക്കി. രാഘവന്റെ കൈകൾ വിറച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അയാൾ അയച്ചുകൊടുത്ത 80 ലക്ഷത്തോളം രൂപയിൽ വെറും 5 ലക്ഷം രൂപ മാത്രമാണ് ബാലൻസ് ഉള്ളത്. വീട് പണിക്കായി ചിലവായ തുക കഴിച്ചാൽ പോലും ഇത്ര വലിയ തുക എവിടെ പോയി? ഓരോ മാസവും ലക്ഷങ്ങൾ പിൻവലിക്കപ്പെട്ടിരിക്കുന്നു. മക്കളുടെ പഠനത്തിനല്ലാത്ത ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന പേരിൽ വലിയൊരു തുക പലപ്പോഴായി കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാഘവൻ കൂടുതൽ അന്വേഷിക്കാൻ തീരുമാനിച്ചു. അയാൾ തന്റെ പഴയ സുഹൃത്തും അയൽവാസിയുമായ വാസുവിനെ കാണാൻ അയാളുടെ ചായക്കടയിലേക്ക് നടന്നു. രാഘവനെ കണ്ടപ്പോൾ വാസുവിന്റെ മുഖത്ത് ഒരു പരിഭ്രമം നിഴലിച്ചു. എന്താ വാസു, എന്നെ കണ്ടിട്ടൊരു പേടി പോലെ? നാട്ടിലെ വിശേഷങ്ങളൊക്കെ എന്താണ്? രാഘവൻ പതുക്കെ ചോദിച്ചു. വാസു ചുറ്റും നോക്കി ആരും കേൾക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി രാഘവന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. രാഘവ, നിന്നോടിത് പറയണോ എന്ന് ഞാൻ കുറെ ആലോചിച്ചു. പക്ഷേ നീ എന്റെ കൂട്ടുകാരനാണ്. നീ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഇവിടെ നിന്റെ പണം ഒഴുകിയത് വേറെ വഴിക്കാണ്. സുമയുടെ അനിയൻ പ്രകാശും പിന്നെ അവളുടെ ഒരു പഴയ സുഹൃത്തും ചേർന്നാണ് ഈ വീട് ഭരിച്ചിരുന്നത്. രാഘവന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി. സുഹൃത്തോ? ഏതു സുഹൃത്ത്? നമ്മുടെ പഴയ പഞ്ചായത്ത് മെമ്പർ വേണു. അവൻ മിക്കവാറും ദിവസങ്ങളിൽ നിന്റെ വീട്ടിലുണ്ടാകും. നിന്റെ മക്കൾക്ക് അവൻ വലിയ ആളാണ്. സ്വർണവും പണവുമെല്ലാം അവന്റെ കൈകളിലൂടെയാണ് മറിഞ്ഞത്. നിന്റെ സുമ അവനെ അന്ധമായി വിശ്വസിക്കുന്നു. നാട്ടുകാർക്കിടയിൽ വലിയ സംസാരമായിരുന്നു ഇത്. നീ വരുമെന്നറിഞ്ഞപ്പോൾ മുതൽ അവർ നിന്നെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് ആലോചിക്കുന്നത്. വാസു പറഞ്ഞ ഓരോ വാക്കും രാഘവന്റെ ചെവിയിൽ ഇരമ്പിക്കൊണ്ടിരുന്നു. താൻ ചോര നീരാക്കിയുണ്ടാക്കിയ പണം കൊണ്ട് മറ്റൊരാൾ തന്റെ വീട്ടിൽ അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. തന്റെ മക്കൾ ആ വഞ്ചകനെയാണോ അച്ഛനായി കണ്ടത്? രാത്രി സുമയും മക്കളും തിരിച്ചെത്തിയപ്പോൾ രാഘവൻ ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ വില കൂടിയ വസ്ത്രങ്ങളുടെയും സാധനങ്ങളുടെയും വലിയ ബാഗുകൾ ഉണ്ടായിരുന്നു. സുമേ, നമ്മുടെ അക്കൗണ്ടിലെ പണമൊക്കെ എവിടെ പോയി? രാഘവൻ ശാന്തമായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു. സുമയുടെ മുഖം ഒരു നിമിഷം വിളറി, പക്ഷേ അവൾ വേഗത്തിൽ സ്വയം നിയന്ത്രിച്ചു. അതൊക്കെ വീടിനും കുട്ടികളുടെ ആവശ്യങ്ങൾക്കും ചിലവായി. അതിനിപ്പോ എന്താ? വീടിന് ഇത്രയും പണം ചിലവാകില്ല സുമേ.
പ്രകാശും വേണുവും ചേർന്ന് എന്റെ പണം കൊണ്ട് എന്താണ് ചെയ്തത്? വേണു എന്ന പേര് കേട്ടതും സുമയുടെ ഭാവം മാറി. അവൾ ഉറക്കെ ആക്രോശിച്ചു. നിങ്ങൾ അവിടെ കിടന്ന് പണമുണ്ടാക്കിയാൽ മാത്രം പോരാ, ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ആരെങ്കിലും വേണം. വേണുവേട്ടൻ സഹായിച്ചതുകൊണ്ടാണ് ഈ വീട് ഇത്രയെങ്കിലുമായത്. നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്. മകൻ അപ്പുവും അമ്മയുടെ പക്ഷം ചേർന്നു. അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട. ഞങ്ങൾക്ക് വേണു അങ്കിളിനെ വിശ്വാസമാണ്. തന്റെ മകൻ തന്നെ തള്ളിപ്പറയുന്നത് കേട്ടപ്പോൾ രാഘവൻ തളർന്നുപോയി. ആ രാത്രി അയാൾ തിരിച്ചറിഞ്ഞു, താൻ പടുത്തുയർത്തിയ സാമ്രാജ്യത്തിൽ താനിപ്പോൾ ഒരു ശത്രു മാത്രമാണ്. സത്യം ഇതിലും ഭയാനകമാണെന്ന് അയാൾക്ക് അപ്പോഴും അറിയില്ലായിരുന്നു. രാഘവന്റെ ഉള്ളിൽ വല്ലാത്തൊരു പിടച്ചിലായിരുന്നു. സുമയുടെയും മകന്റെയും വാക്കുകൾ അയാളുടെ ഉറക്കം കെടുത്തി. എങ്കിലും തന്റെ മക്കൾ തന്നെ ഇത്രത്തോളം വെറുക്കാൻ എന്താണ് കാരണമെന്ന ചോദ്യം അയാളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. വെറുമൊരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല ഇതിന് പിന്നിലെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അടുത്ത ദിവസം രാവിലെ സുമ ആരോടും പറയാതെ പുറത്തേക്ക് പോയി. രാഘവൻ അവളറിയാതെ ഒരു ഓട്ടോറിക്ഷയിൽ അവളെ പിന്തുടർന്നു. അവൾ പോയത് നഗരത്തിലെ തിരക്കേറിയ ഒരു റെസ്റ്റോറന്റിലേക്കായിരുന്നു. അവിടെ വേണു അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ദൂരെ ഒരു മറവിലിരുന്ന് രാഘവൻ അവരെ നിരീക്ഷിച്ചു. അവരുടെ സംഭാഷണങ്ങൾ കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ശരീരഭാഷയിൽ നിന്നും അവർക്കിടയിലുള്ള ആത്മബന്ധം രാഘവന് വ്യക്തമായി. തിരികെ വീട്ടിലെത്തിയ രാഘവൻ മകൾ ആര്യയുടെ മുറിയിൽ കയറി. അവൾ ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനെ കണ്ടതും അവൾ അസ്വസ്ഥതയോടെ അത് അടച്ചുവെച്ചു. മോളെ, അച്ഛനോട് സത്യം പറയണം. നിങ്ങൾ എന്തിനാണ് എന്നോടിങ്ങനെ പെരുമാറുന്നത്? 10 വർഷം ഞാൻ അനുഭവിച്ച കഷ്ടപ്പാട് നിങ്ങൾക്കറിയില്ലേ? രാഘവന്റെ ശബ്ദമിടറി. ആര്യ പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. കഷ്ടപ്പാടോ? അച്ഛൻ അവിടെ വേറെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുകയായിരുന്നില്ലേ? ആ സ്ത്രീക്കും കുട്ടികൾക്കും വേണ്ടിയല്ലേ അച്ഛൻ ഞങ്ങളെ മറന്നത്? രാഘവൻ സ്തംഭിച്ചുപോയി. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് വേറെ കല്യാണമോ? ആര് പറഞ്ഞു നിന്നോട് ഈ കള്ളം? കള്ളമല്ല അച്ഛാ, അമ്മ കാണിച്ചു തന്നു അച്ഛൻ ആ സ്ത്രീയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ. അച്ഛൻ അവർക്ക് അയച്ചുകൊടുക്കുന്ന പണത്തിന്റെ രേഖകൾ. വേണു അങ്കിളാണ് അച്ഛന്റെ ആ രഹസ്യജീവിതം കണ്ടുപിടിച്ചത്. ഞങ്ങൾക്കും അമ്മയ്ക്കും പണമയക്കുന്നത് അച്ഛനൊരു ബാധ്യതയായിരുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. രാഘവന് തല കറങ്ങുന്നതുപോലെ തോന്നി. വേണു എന്ന വഞ്ചകൻ തനിക്കെതിരെ കെട്ടിച്ചമച്ച കഥകൾ. തന്റെ മക്കളുടെ മനസ്സിൽ വിഷം നിറക്കാൻ അവർ ഇത്രയും തരം താഴ്ന്നു. അയാൾ വിറയ്ക്കുന്ന കൈകളോടെ ആര്യയുടെ ലാപ്ടോപ്പ് ബലമായി തുറന്നു. സുമ അവൾക്ക് അയച്ചുകൊടുത്ത ഫോട്ടോകൾ അയാൾ കണ്ടു. ഗൾഫിലെ ഒരു ലേബർ ക്യാമ്പിൽ വെച്ച് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്തിന്റെ കുടുംബത്തോടൊപ്പം എടുത്ത ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നും തന്നെയും ആ സുഹൃത്തിന്റെ ഭാര്യയെയും മാത്രം ക്രോപ്പ് ചെയ്തുണ്ടാക്കിയ വ്യാജ ചിത്രങ്ങൾ. അതായിരുന്നു സത്യം. രാഘവൻ ഗൾഫിൽ അധ്വാനിക്കുമ്പോൾ സുമയും വേണുവും ചേർന്ന് അയാളെ ഒരു വില്ലനായി ചിത്രീകരിച്ചു. മക്കളുടെ സ്നേഹം വേണുവിനോട് തോന്നാൻ വേണ്ടിയായിരുന്നു ഈ ചതി. സുമയുടെ സഹോദരൻ പ്രകാശ് ഇതിനെല്ലാം കൂട്ടുനിന്നു. രാഘവൻ അയച്ചുകൊടുക്കുന്ന ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് അവർ ആഡംബര ജീവിതം നയിച്ചു. ആ പണം തിന്നുവളർന്ന മക്കൾ അത് നൽകിയ പിതാവിനെ ഒരു വഞ്ചകനായി കണ്ടു. രാഘവൻ തന്റെ ഫോണിലെ പഴയ ഗാലറി പരിശോധിച്ചു. ആ ഒറിജിനൽ ഫോട്ടോകൾ അയാൾക്ക് കിട്ടി. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അയാളുടെ കയ്യിൽ തെളിവുകളുണ്ട്. പക്ഷേ ആ ഫോട്ടോയേക്കാൾ കൂടുതൽ അയാളെ വേദനിപ്പിച്ച തന്നെ ഇത്രത്തോളം വെറുക്കാൻ സ്വന്തം ഭാര്യയ്ക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന ചിന്തയായിരുന്നു. സുമ തിരിച്ചെത്തിയപ്പോൾ രാഘവൻ ഉമ്മറത്ത് ആ ഫോട്ടോയുമായി കാത്തുനിന്നു. സുമേ, നീ ഇത്രയും ക്രൂരയായത് എങ്ങനെയാണ്? ഈ ഫോട്ടോ കാണിച്ചാണോ നീ എന്റെ മക്കളെ എന്നിൽ നിന്നും അകറ്റിയത്? സുമയുടെ മുഖത്ത് ഭയമില്ലായിരുന്നു, പകരം ഒരുതരം പുച്ഛമായിരുന്നു. അതെ, അങ്ങനെ ചെയ്താലല്ലേ നിങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റൂ. നിങ്ങൾ അയക്കുന്ന പണം ഞങ്ങൾക്ക് വേണം, പക്ഷെ നിങ്ങളെ വേണ്ട. ഇപ്പോൾ നിങ്ങൾ തിരിച്ചുവന്നത് ഞങ്ങളുടെ സമാധാനം കളയാനാണ്. വേണു ഏട്ടനിപ്പോൾ വരും. നിങ്ങൾക്കിവിടെ ഇനി സ്ഥാനമില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ രാഘവൻ തിരിച്ചറിഞ്ഞു, താൻ ഇത്രയും കാലം സ്നേഹിച്ചത് ഒരു പാമ്പിനെയായിരുന്നു. തന്റെ ചോര ഊറ്റിക്കുടിച്ചവർ ഇപ്പോൾ തന്നെ പുറത്താക്കാൻ തയ്യാറെടുക്കുന്നു. ആ നിമിഷം അയാളുടെ ഉള്ളിലെ ദുഃഖം മരവിച്ച് ഒരു തീരുമാനമായി മാറി. സുമയുടെ വാക്കുകൾ അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു. ആ വലിയ വീട്ടിലെ സെൻട്രൽ എയർ കണ്ടീഷനിങ്ങിന് പോലും രാഘവന്റെ ഉള്ളിലെ തീയണയ്ക്കാൻ കഴിഞ്ഞില്ല. അല്പസമയത്തിനകം ഒരു വെള്ള സ്കോർപിയോ കാർ മുറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്നും വെള്ളവസ്ത്രം ധരിച്ച വേണു ആധികാരികതയോടെ ഇറങ്ങിവന്നു. പ്രകാശും കൂടെയുണ്ടായിരുന്നു. എന്താ രാഘവ ഇവിടെ? എന്തോ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ. വേണു സിറ്റൌട്ടിലെ കസേരയിലിരുന്നുകൊണ്ട് ഒരു അധികാരഭാവത്തിൽ ചോദിച്ചു. രാഘവൻ ഒരു നിമിഷം അയാളെ നോക്കി. 10 വർഷം മുൻപ് ജോലി തേടി തന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന ആ പഴയ വേണുവിനെയല്ല അയാൾ അവിടെ കണ്ടത്. തന്റെ വിയർപ്പിൽ തടിച്ചുകൊഴുത്ത ഒരു പരാതത്തെയാണ്. വേണു, ഈ വീട് ഞാൻ പണിതതാണ്. ഇതിനുള്ളിലെ ഓരോ മണൽത്തരിക്കും എന്റെ കഷ്ടപ്പാടിന്റെ ഉപ്പും മണവുമുണ്ട്.
നീ ഇവിടെ വന്നിരുന്ന് എന്നോട് ചോദ്യം ചോദിക്കാൻ നിനക്കെന്താണ് അധികാരം? രാഘവന്റെ ശബ്ദം വിറച്ചില്ല, പകരം അതിലൊരു ഗാംഭീര്യം നിറഞ്ഞു നിന്നു. അച്ഛാ, വേണു അങ്കിളിനോട് ബഹുമാനത്തോടെ സംസാരിക്കണം, അപ്പു ഇടയ്ക്ക് കയറി പറഞ്ഞു. രാഘവൻ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ സങ്കടവും പുച്ഛവും കലർന്നിരുന്നു. അയാൾ കൈയിലുണ്ടായിരുന്ന ടാബ്ലറ്റിൽ ഒറിജിനൽ ഫോട്ടോകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും നിരത്തി. ഇതാണ് സത്യം. നിന്റെ അമ്മയും ഈ അങ്കിളും ചേർന്ന് നിന്നെ വിശ്വസിപ്പിച്ച ആ കള്ളത്തരങ്ങളുടെ ഒറിജിനൽ. ഞാൻ അയച്ച പണം ഇവർ എങ്ങനെയാണ് ആഡംബരങ്ങൾക്ക് ചിലവാക്കിയതെന്ന് ഇതിലുണ്ട്. സുമയും വേണുവും ഒരു നിമിഷം പകച്ചുപോയി. തെളിവുകൾ ഇത്ര കൃത്യമായി രാഘവൻ ശേഖരിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. പക്ഷേ സുമ വേഗം തന്നെ സംയമനം വീണ്ടെടുത്തു. തെളിവുണ്ടെങ്കിലെന്താ? ഈ വീട് എന്റെ പേരിലാണ് രാഘവേട്ട. നിങ്ങൾക്കിവിടെ നിയമപരമായി പോലും അവകാശമില്ല. അതായിരുന്നു ഏറ്റവും വലിയ സത്യം. ഗൾഫിലിരുന്ന് പണമയക്കുമ്പോൾ സ്നേഹക്കൂടുതൽ കൊണ്ട് രാഘവൻ വീടും സ്ഥലവും സുമയുടെ പേരിലായിരുന്നു രജിസ്റ്റർ ചെയ്തിരുന്നത്. ഒരു പ്രവാസിയുടെ ഏറ്റവും വലിയ വിഡ്ഢിത്തം താനും ചെയ്തെന്ന് അയാൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. ശരിയാണ് സുമേ, ഈ വീട് നിന്റെ പേരിൽ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നീ മറന്നുപോയി. 10 വർഷം ഞാനവിടെ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടത് നിങ്ങളെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ സ്നേഹമില്ലാതായാൽ പിന്നെ ഈ മണ്ണും മരവും എനിക്കൊരു ഭാരമാണ്. രാഘവൻ അകത്തേക്ക് പോയി. തന്റെ പാസ്പോർട്ടും കുറച്ച് വസ്ത്രങ്ങളും മാത്രമടങ്ങിയ ചെറിയ ബാഗുമായി അയാൾ തിരികെ വന്നു. താൻ കൊണ്ടുവന്ന സമ്മാനങ്ങളൊന്നും അയാൾ എടുത്തില്ല. ഞാൻ പോകുകയാണ്. 10 വർഷം മുൻപ് ഈ പടിയിറങ്ങുമ്പോൾ എന്റെ മനസ്സിൽ നിറയെ നിങ്ങളായിരുന്നു. ഇന്ന് ഞാൻ ഇറങ്ങുന്നത് എന്റെ മനസ്സിൽ എന്നെ മാത്രം കരുതിക്കൊണ്ടാണ്. വഞ്ചനയുടെ അടിത്തറയിൽ പണിത ഈ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് സന്തോഷമായി കഴിയാം. പക്ഷേ ഓർക്കുക, മറ്റൊരാളുടെ കണ്ണുനീർ വീണ മണ്ണിലൊന്നും തഴച്ചു വളരില്ല. മകൾ ആര്യയുടെ കണ്ണുകൾ അല്പം നനഞ്ഞുവോ എന്ന് രാഘവന് തോന്നി. പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. സുമയും വേണുവും വിജയഭാവത്തിൽ പരസ്പരം നോക്കി. രാഘവൻ ഗേറ്റിന് പുറത്തിറങ്ങി. മഴ തോർന്നിരുന്നു. നനഞ്ഞ മണ്ണിന്റെ ഗന്ധം അയാൾ ശ്വസിച്ചു. കയ്യിൽ കുറച്ച് സമ്പാദ്യം ഇപ്പോഴുമുണ്ടത് തന്റെ ബാക്കി ജീവിതത്തിന് ധാരാളമാണ്. അയാൾ ഒരു ടാക്സി വിളിച്ച് തന്റെ തറവാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ തന്നെ കാത്തിരിക്കാൻ ആരുമില്ലെങ്കിലും ചതിയുടെ ഈ കൊട്ടാരത്തേക്കാൾ സുരക്ഷിതം ആ പഴയ വീടാണെന്ന് അയാൾക്ക് തോന്നി. ടാക്സി നീങ്ങുമ്പോൾ രാഘവൻ പിൻസീറ്റിലിരുന്ന് കണ്ണുകളടച്ചു. 10 വർഷത്തെ പ്രവാസം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. അത് ഒരു കുടുംബത്തിന്റെ തകർച്ചയിലാണെങ്കിലും സ്വന്തം വ്യക്തിത്വം തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യന്റെ പുതിയ തുടക്കമായിരുന്നു അത്. കഠിനാധ്വാനം ചെയ്യാൻ അറിയാവുന്നവനെ എവിടെയും അതിജീവിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തോടെ അയാൾ ആ നഗരത്തിന്റെ തിരക്കുകളിലേക്ക് മറഞ്ഞു.